നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒന്നാണ് വയറുവേദന. ഇതിൽ ചിലത് അപകടം ഉള്ളതാണ്, ചിലത് സാധാരണ വരുന്ന പോലത്തെ. ഈ അപകടമുണ്ടാക്കുന്ന വയറുവേദനകളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ പീഡിയാട്രിക് സർജനായ ഡോക്ടർ VK ഗോപി. നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ചില വയറുവേദനകൾ കുട്ടികളിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, എന്നാൽ ചിലത് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ഇതെങ്ങനെയാണ് തരംതിരിക്കുന്നത്? ശരിക്ക് വയറുവേദന നിങ്ങൾ പറഞ്ഞതുപോലെ ലളിതമായ കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം, വളരെ ഗൗരവമുള്ള കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം. അതൊരു ഡോക്ടറുടെ നേരിട്ടുള്ള പരിശോധനയിൽ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. സാധാരണ നമ്മൾ ചെറുതാണെന്ന് വിചാരിക്കുന്നത് വളരെ വലുതായിരിക്കാം, അല്ലെങ്കിൽ വളരെ വലുതാണെന്ന് തോന്നുന്നത് വളരെ ചെറുതുമായിരിക്കാം. അതുകൊണ്ടാണ് ഗ്രീക്ക് മിത്തോളജിയിൽ അബ്ഡോമിനെക്കുറിച്ച് പറയുന്നത്, വയറിനെക്കുറിച്ച് പറയുന്നത് പാൻഡോറാസ് ബോക്സ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അനർത്ഥങ്ങളുടെ പേടകം. വയർ തുറന്നു കഴിഞ്ഞാലേ അറിയാവുള്ളൂ അതിനകത്ത് എന്തെല്ലാം അനർത്ഥങ്ങൾ ഒളിയിരിക്കുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ട് നേരിട്ടുള്ളൊരു പരിശോധന, എന്നിട്ട് ചികിത്സകൻ തീരുമാനിക്കുകയാണെങ്കിൽ മറ്റു പരിശോധനകൾ, എക്സ്റേ, അൾട്രാസൗണ്ട്, സ്കാനിങ് മുതലായ പരിശോധനകൾക്ക് വിധേയമാക്കാവുന്നതാണ്. അങ്ങനെ ഒരു വയറുവേദന ശരിക്കും തരംതിരിച്ച് മനസ്സിലാക്കി അതിന് ഉചിതമായ കൃത്യമായ ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. ഈ വയറുവേദന വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് വന്നു പോകുന്ന വേദനകളുണ്ട്, കുറേ നേരം ലാസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൊളുത്തി പിടിച്ച പോലെ വേദനകൾ. ഇതൊക്കെ തമ്മിൽ വ്യത്യാസം എന്താണ്? ശരിക്ക് ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷേ കുട്ടികളിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. കാരണം കുട്ടികൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വളരെ ചെറിയ കുട്ടികൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ളവരാണ്. പ്രത്യേകിച്ച് നവജാത ശിശുക്കൾ, ഇൻഫൻസ്, 1 ഇയറിന് താഴെയുള്ള കുട്ടികൾ. അപ്പോൾ അവരിൽ വേദന അവർ പറയുകയില്ല. വേദനയ്ക്ക് പകരം, വേദനയുണ്ടെന്ന് പറയുന്നതിന് പകരം വെറുതെ കരയുക മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ അവരിൽ കാണുന്ന ഒരു പ്രതിഭാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ്സ് റെഫ്യൂസ് ചെയ്യും. നന്നായിട്ട് പാല് കുടിച്ചുകൊണ്ടിരുന്ന കുട്ടി പാല് കുടിക്കില്ല. അതുപോലെ തന്നെ അവരെ മുഖത്ത് നോക്കിയാൽ വളരെ ക്ഷീണിതരായി കാണും. അപ്പോൾ ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങളായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുക. പക്ഷെ അത് ഒരു ഡോക്ടർ നേരിട്ടുള്ള പരിശോധനയിലാണ് തരംതിരിച്ച് അറിയുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടി എന്ന് പറയുന്നത് ഒരു ചെറിയ മനുഷ്യനല്ല. കുട്ടി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. കുട്ടികൾ വളരെ വ്യത്യസ്തരാണ്. അപ്പോൾ കുട്ടികളോടുള്ള സമീപനം വളരെ പ്രധാനപ്പെട്ട രീതിയിൽ, വ്യത്യസ്തമായ രീതിയിൽ ഒരു കുട്ടികളിലെ പരിചയമുള്ള ചികിത്സകൻ്റെ സമീപനം അത്യാവശ്യമാണ്. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഗുഡ് മോർണിംഗ് മാഡം. ഹലോ, ഞാൻ കല്ലിക്കാടിനാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. എൻ്റെ മോന് 10 വയസ്സുണ്ട്. കുട്ടി ഒരു ആഹാരവും അങ്ങനെ കഴിക്കുന്നില്ല. വെയിറ്റ് കുറവാണ്. കുറഞ്ഞ ആഹാരം കഴിയുമ്പോൾ വയറുവേദന, 2 സൈഡിലും വയറുവേദന എന്നാണ് പറയുന്നത്. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതായത് ഈ പ്രധാനമായിട്ട് ഇങ്ങനെയുള്ള അസുഖങ്ങൾ നമ്മൾ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. നമ്മളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. അതായത് നമ്മളുടെ ആഹാര രീതികൾ ആകെ മാറിയിരിക്കുന്നു. നമ്മൾ ജങ്ക് ഫുഡിലും ട്രാൻസ് ഫാറ്റിലും ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു ആഹാര രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ശരിക്കും നാച്ചുറലായിട്ടുള്ള ഫുഡ്, അതാത് വീടുകളിലെ അടുക്കളയിലുണ്ടാക്കുന്ന ഫുഡ് കുട്ടികളെ പഠിപ്പിക്കുകയും ആ രുചിക്ക് അനുസൃതമായിട്ട് അവർ വളരുകയും ചെയ്യാണ് വേണ്ടത്. ടിൻ പൗഡേഴ്സ് അങ്ങനെ ഒന്നും കൊടുക്കാറില്ല. വീട്ടിലുണ്ടാക്കുന്ന സാധാരണ ആഹാരം തന്നെയാണ് കഴിക്കുന്നത്. സാധാരണ ആഹാരം തന്നെയാണ് കൊടുക്കുന്നത്. അത് വളരെ ഇതാണ്. പിന്നെ നമ്മൾ കുട്ടികളിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത്, കുട്ടികളുടെ വളർച്ച നാച്ചുറലായിട്ട് നടന്നുകൊള്ളും. നമ്മൾ കുട്ടി വളരുന്നുണ്ടോ എന്ന് എപ്പോഴും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ആവശ്യമുള്ള ആഹാരം അവർ എങ്ങനെയായാലും എടുക്കുന്നുണ്ടായിരിക്കും. അവർക്ക് വിശപ്പില്ലാത്ത സമയത്ത് അവരെ നിർബന്ധിച്ചാൽ അവർക്ക് ആഹാരത്തോട് ഒരു വിരക്തി തോന്നും, ഫുഡിനോട് ഒരു അവേർഷൻ തോന്നും. അപ്പോൾ നാച്ചുറൽ ഫുഡ് കൊടുക്കുക. ഫ്രൂട്ട്സ് ആണെങ്കിൽ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് കൊടുക്കുക. വളരെ വില കൂടിയ ഫ്രൂട്ട്സ്, വരവ് ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്യുക. നാട്ടിലുണ്ടാകുന്ന ഫ്രൂട്ട്സ്, പഴങ്ങൾ, പപ്പയ, ചക്ക, മാങ്ങ, സാധാരണ ഫ്രൂട്ട്സ് കൊടുക്കുക. പിന്നെ ഫ്രഷ് ഫുഡ് കൊടുക്കുക. ബേക്കറി
ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള വളരെ കളറും രുചിയൊക്കെ തോന്നുന്ന ടൈപ്പുള്ള ആഹാരങ്ങൾ, ട്രാൻസ് ഫാറ്റൊക്കെ അടങ്ങിയ ആഹാരങ്ങൾ കൊടുക്കാതിരിക്കുക. എന്നിട്ടും വെയിറ്റ് മന്ത്ലി അല്ലെങ്കിൽ ഇയർലി കൂടുന്നില്ല എങ്കിൽ ഒരു കുട്ടികളുടെ ഡോക്ടറുടെ വിശദമായ പരിശോധന ആവശ്യമാണ്. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, എങ്ങനെയുള്ള വയറുവേദനകളാണ് അപകടം ഉണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞു വന്നപോലെ കുട്ടി ഒരു ചെറിയ മനുഷ്യനല്ല. അപ്പോൾ കുട്ടിയിലുണ്ടാകുന്ന വയറുവേദനയുടെ സ്വഭാവം അനുസരിച്ച്, അതായത് കൊളുത്തി പിടിക്കുന്നതോ അല്ലെങ്കിൽ കട്ടിങ് ടൈപ്പ് അല്ലെങ്കിൽ ക്യാച്ചിങ് ടൈപ്പ്, ആ വേദനയ്ക്കല്ല പ്രാധാന്യം. വേദനയുണ്ട്, അതിന് കാരണം എന്ത്, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഈ വേദനയോട് കൂടി മറ്റ് രോഗലക്ഷണങ്ങൾ, ഉദാഹരണത്തിന് ഛർദിയാണെങ്കിൽ തന്നെ മഞ്ഞയോ പച്ചയോ നിറത്തിലുള്ള ഛർദി, അത് കൂടുതൽ അപകടം പിടിച്ചാണ്. വയറുവേദനയോടുകൂടി പനിയുണ്ടോ ഇല്ലയോ എന്നുള്ളത്, വയറുവേദനയോടുകൂടി വയറ് സ്തംഭനം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, പിന്നെ വയറുവേദനയോടുകൂടി മലബന്ധം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, മൂത്രം പാസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്, അങ്ങനെയുള്ള പനി, അങ്ങനെ പല രോഗലക്ഷണങ്ങളും ഇതിനോടനുബന്ധിച്ചുണ്ടോ ഇല്ലയോ, അങ്ങനെ എല്ലാം കൂടി ഒരു വിശകലനം ചെയ്തിട്ടായിരിക്കും നമ്മൾ രോഗത്തെക്കുറിച്ച് തീരുമാനമെടുക്കുക. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കണ്ട? ഞാൻ കൊല്ലടവിൽ മാവേലിക്കര. ഡോക്ടറോട് ചോദിച്ചോളൂ. മോന് വയറ്റുവേദന 3-4 ദിവസമായിട്ടുണ്ട്. വയറിളക്കവും വയറുകടിയായിട്ട് വയറ്റ് നല്ല വേദനയുണ്ട്. ഓക്കെ 3-4 ദിവസവുമായിട്ട് വയറ്റുവേദനയും വയറ്റിളക്കം ഉണ്ടെങ്കിൽ കുട്ടികളുടെ ഡോക്ടറെ കാണിച്ച് ലളിതമായ മരുന്ന് കൊണ്ട് ചികിത്സിക്കുക, അല്ലെങ്കിൽ ആഹാരം കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ചികിത്സിക്കാവുന്നതാണ്. സാധാരണ വയറ്റിളക്കത്തിന് ORS ലൈനി അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഉപ്പൊഴിച്ചത്, അങ്ങനെയുള്ള കൂവവെള്ളം അല്ലെങ്കിൽ പൊടിയരിക്കഞ്ഞി അങ്ങനെ കൊടുത്ത് മാറ്റാവുന്നതാണ്. പക്ഷേ മരുന്ന് വേണ്ടതാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനായിട്ട് ഒരു ഡോക്ടറുടെ സഹായം. പുകച്ചിലുണ്ട്, അത് തുടർച്ചയായിട്ട് ചൂടുവെള്ളം കുടിക്കുകയും കഞ്ഞിവെള്ളം, കൂവെള്ളം അങ്ങനെയുള്ള വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മാറിക്കോളും. പക്ഷേ വേദന ശക്തിയാണെങ്കിൽ ഒരു ഡോക്ടർ പരിശോധന നിർബന്ധമായിട്ടും വേണം. അതിന് ചിലപ്പോൾ സ്കാൻ ചെയ്യേണ്ടി വരും. അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ സ്കാനിങ് ടെസ്റ്റാണ്. അതുകൊണ്ട് യാതൊരു ശരീരത്തിന് ദൂഷ്യം ഉണ്ടാക്കുന്നതല്ല. അത് ചെയ്തു നോക്കിയാൽ പ്രധാനപ്പെട്ട കാരണങ്ങളെല്ലാം തന്നെ തരംതിരിച്ചറിയാൻ പറ്റും. അങ്ങനെ വേണോ വേണ്ടിയോ എന്ന് അറിയണമെങ്കിൽ തന്നെ ഒരു കുട്ടികളുടെ ഡോക്ടറുടെ സഹായം ആവശ്യമാണ്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, അപകടമല്ലാത്ത വയറുവേദനകൾ? അപകടമില്ലാത്ത വയറുവേദന എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു വന്നപോലെ നമ്മുടെ ആഹാര രീതിയിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ്. അപ്പോൾ ഈ ഹൈ ഫൈബർ കണ്ടൻറ്റാണ് ആഹാരത്തിൽ വേണ്ടത്, ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമാണ്. അപ്പോൾ ലോ ഫൈബർ കണ്ടൻറ്റാണ് ഇപ്പോൾ കുട്ടികളൊക്കെ യൂസ് ചെയ്ത് തുടങ്ങുന്നത്. ഉദാഹരണത്തിന് ചോക്ലേറ്റ്, ലേസ്, അങ്ങനെയുള്ള പല ടൈപ്പുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്. ഞാൻ വ്യക്തിപരമായിട്ട് എല്ലാ പ്രോസസ്ഡ് ഫുഡിനും എതിരാണ്. ഫ്രഷ് ഫുഡ് കഴിക്കണം കുട്ടികൾ, എല്ലാവരും ഫ്രഷ് ഫുഡ് കഴിക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പച്ചക്കറികളായാലും പഴവർഗ്ഗങ്ങളായാലും നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന വസ്തുക്കൾ കഴിക്കുന്ന ഒരു ശൈലിയിലേക്ക് നമ്മൾ വരണം. ആർഭാടങ്ങളുടെയും അല്ലെങ്കിൽ ഫാഷൻ്റെയും പുറത്ത് പോകരുത്. ശരീരം നശിപ്പിക്കാനൊക്കെ അത് ഉതകുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഒരു പ്രധാന കാരണമാണ് മലബന്ധം ഉണ്ടാകുക. അതുകൊണ്ട് വയറുവേദന ഉണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് മലം പാസ് ചെയ്യുക. മലമൂത്ര വിസർജനം തന്നെ വയറിനെ ശുദ്ധമാക്കി കിട്ടും. അപ്പോൾ അതിനാണ് ശ്രദ്ധിക്കേണ്ടത്. ആഹാര രീതിയിലുള്ള ക്രമീകരണം കൊണ്ട് ഇതെല്ലാം മാറിയെടുക്കാൻ പറ്റും. ദഹനക്കുറവൊക്കെ ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും ആഹാര രീതിയുടെ കൃത്യതയില്ലായ്മയാണ്. ബ്രേക്ക് എടുത്തിട്ട് വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ആലപ്പുഴയിൽ നിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ ഡോക്ടർ, നമസ്കാരം. ഡോക്ടർ, എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, പറയൂ. എന്റെ മക്കൾക്ക് 8 വയസ്സാണ്. ടിൻസാണ്. ടിൻസ്. ഓക്കെ. എപ്പോഴും 2 പേർക്കും വയറുവേദനയാണ്. ഓക്കെ. അപ്പൊ കാർമസൈഡ് കൊടുക്കും വയറുവേദന എന്ന് പറയുമ്പോഴത്തേന് അപ്പൊ ഇടക്കിടക്ക് വിട്ട് ഇങ്ങനെ വരുന്നുണ്ട് വയറുവേദന. ഓക്കെ. ഡോക്ടറുടെ സഹായം തേടിയതാണോ? ഇല്ല, തേടിയില്ലായിരുന്നു. അപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ ഉണ്ടായത്. അപ്പൊ വല്ല ഗ്യാസിന്റെ പ്രോബ്ലം ആണെന്ന് വിചാരിച്ച് ഗ്യാസിന്റെ എന്തെങ്കിലും കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാനായിരുന്നു. കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഇല്ലല്ലോ? മലബന്ധം ഒന്നും ഇല്ലല്ലോ?
ഇല്ല പോകും, പക്ഷെ അത് വലിയ ലൂസായിട്ടായിരിക്കും ചിലപ്പോ പോകുന്നത്. ചിലപ്പോ ഒരു 2-3 പ്രാവശ്യം ഒരു ദിവസം പോകാറുണ്ട്. പോകാത്ത ദിവസങ്ങളില്ല? പോകാത്ത ദിവസം അങ്ങനെയില്ല, ദിവസം പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ലൂസായിട്ട് 2-3 പ്രാവശ്യമൊക്കെ പോകേണ്ട ഈ പ്രായത്തിൽ ആവശ്യമില്ല. അതിനർത്ഥം ആഹാരത്തിൽ കുറച്ചുകൂടി ക്രമീകരണം ആവശ്യമാണെന്നുള്ളതാണ്. ക്രമീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കുട്ടികൾ വെള്ളം കൊടുക്കുന്ന തന്നെ ചൂടാക്കി തണുത്ത വെള്ളം ഉപയോഗിക്കുക, പിന്നെ അത് കൊടുക്കുക. പിന്നെ ഫുഡ് തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെ കൊടുക്കുക. പിന്നെ ഇപ്പം മുന്തിരിയൊക്കെ വളരെ എന്താണ് ഈച്ചയൊക്കെ വന്നിരുന്ന് രോഗാണുക്കൾ പരത്തുന്ന രീതിയിലുള്ള ആ ടൈപ്പൊക്കെ കഴിക്കാതിരിക്കുക. തീർച്ചയായിട്ടും നമുക്ക് എന്ത് സിംറ്റം, എൻ്റെ അഭിപ്രായം എന്ത് സിംറ്റം, എന്ത് രോഗലക്ഷണവും നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. നമ്മളത് ഡോക്ടറുടെ സഹായം തേടണം. അപ്പോൾ നമുക്കൊരു സമാധാനമായി. ഡോക്ടർ ഒന്ന് പരിശോധിച്ച് നോക്കി, സിസ്റ്റമാറ്റിക്കായിട്ട് പരിശോധിച്ച് നോക്കി, എന്തൊക്കെയാണെന്ന് നോക്കി. മിക്കവാറും ഒന്നും ഉണ്ടാകില്ല, എന്നാലും ഒരു ഡോക്ടറുടെ സഹായം തേടിക്കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമായി. വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഇപ്പോൾ കുട്ടികൾ സാധാരണയായി കണ്ടുവരുന്ന വയറ് സംബന്ധമായുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികളിൽ ഒരു നീണ്ട നിര ഓഫ് അസുഖങ്ങൾ തന്നെ ഉണ്ടാകാം. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞാൽ കൺജനിറ്റൽ, ജന്മന തന്നെയുള്ള വൈകല്യങ്ങളുടെ രൂപത്തിൽ വരുന്നത്. മലദ്വാരം ഇല്ലാതെ കുട്ടി ജനിക്കുക, അതുപോലെ തന്നെ കുടലിലേക്ക് ഞരമ്പോട്ടം ഇല്ലാതെ കുട്ടി ജനിക്കുക, ഹെർട്സ്പ്രങ്സ് ഡിസീസ് എന്ന് പറയും. പിന്നെ ഇൻഡസ്ട്രിനൽ അറ്റീസിയാസ് എന്ന് പറയും, അതായത് അതിൻ്റെ ലൂമൻ ബ്ലോക്കായിട്ട് ജനിക്കുക. പിന്നെ ജന്മന തന്നെ വയറ്റിനകത്ത് ചില മുഴകളായിട്ട് ജനിക്കുക. ഇങ്ങനെയാണ്. പിന്നെ യൂറോളജിക് പ്രോബ്ലംസ്, മൂത്ര കുഴലുകൾക്ക് ബ്ലോക്കുകൾ, തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ട് ജനിക്കുക. ഇതുകൊണ്ടൊക്കെ വയറിന് അസ്വസ്ഥയും വയറുവേദനയൊക്കെ ഉണ്ടാകാം. അതിനോട് ഇപ്പോൾ യൂറോളജി പ്രോബ്ലംസ് ആണെങ്കിൽ പിന്നെ വലുതാവുമ്പോൾ കുട്ടികളിൽ ഈ അപൂർവമായിട്ട് കല്ലിൻ്റെ അസുഖം വരെ ഉണ്ടാകാം. പിന്നെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിൽ ഇൻഫെക്ഷൻസ്, ഉദാഹരണത്തിന് അപ്പൻഡിസൈറ്റിസ്, പെരിറ്റോണൈറ്റിസ്, അങ്ങനെയുള്ള ഇൻഫെക്ഷൻസായിട്ട്, ആപ്സിസ്, അങ്ങനെയുള്ള ഇൻഫെക്ഷൻസായിട്ട് വയറുവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാം. പിന്നെയുള്ളത് പ്രതിഭാസങ്ങൾ. അതിലൊന്നാണ് ഇൻഡസെപ്ഷൻ, കുടൽ കുരുങ്ങിപ്പോവുക എന്ന് പറയും. ഒരു ഭാഗം ഒരു ഭാഗത്തിനകത്തേക്ക് കയറിപ്പോവുക. ആ അസുഖം ഒരു 12 മണിക്കൂറിനകം എത്തിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ ഇല്ലാതെ ശരിയാക്കി തരാമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയാം. അത് സമയത്ത് വൈകി വന്നാൽ ഓപ്പറേഷൻ വേണ്ടി വരും. ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് മാത്രമല്ല, കുടൽ ദ്രവിച്ചു കഴിഞ്ഞാൽ അത്രയും ഭാഗം കുടൽ മുറിച്ച് കളയേണ്ടതായിട്ട് വരും. ഇതുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. കുടൽ ആഹാരത്തിൻ്റെ വ്യത്യാസം, മലപ്പാലിൽ നിന്ന് സാധാരണ ആഹാരത്തിലേക്ക് പോയി കുടൽ ആഹാരത്തിലേക്ക് പോകുന്ന ആ സമയത്ത് കുടലിൻ്റെ ഭിത്തിയിലുണ്ടാകുന്ന ഒരു തിക്നെസ് വ്യത്യാസം കൊണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. പിന്നെ എന്തെങ്കിലും ജന്മനായുള്ള വൈകല്യങ്ങളോ ട്യൂമേഴ്സോ ഒക്കെ വന്നിട്ട് അതുകൊണ്ടും ഉണ്ടാകാം. അതൊക്കെ വളരെ അപൂർവമാണ്. പക്ഷേ പ്രാധാന്യം ഉള്ളത് ഈ അസുഖം വന്നാൽ ഉടനെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഡസെപ്ഷൻ. പിന്നെ മുഴകൾ, വയറിനകത്ത് കുഴപ്പമുള്ളതും കുഴപ്പമില്ലാത്തതുമായ പല ടൈപ്പ് മുഴകൾ വയറിനകത്ത് ഉണ്ടാകാം. അപ്പോൾ അതൊരു ടൈപ്പ്. പിന്നെ ട്രോമ വന്നാൽ കുട്ടികൾ തട്ടോ മുട്ടോ ഒക്കെ കിട്ടിയാലൊന്നും അറിയില്ല, മുറിവ് പുറമേ ഉണ്ടാകില്ല, പക്ഷേ അകത്ത് ബ്ലീഡ് ചെയ്യും. അപ്പോൾ ഇൻറ്റേർണൽ ഹെമറേജ് കൊണ്ടുണ്ടാകുന്നത്. ഇങ്ങനെ പല ടൈപ്പ് കാരണം കൊണ്ട് വയറുവേദന ഉണ്ടാകാം. ഇത് തരം തിരിച്ചെടുക്കുക, അതിനനുസൃതമായിട്ടുള്ള ചികിത്സ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ വശത്തുനിന്ന് ചെയ്യേണ്ടത്. പിന്നെ വളരെ ലളിതമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ദഹനക്കേട് കൊണ്ട്, കോൺസ്റ്റിപ്പേഷൻ കൊണ്ട്, ടോയ്ലറ്റ് ട്രെയിനിങ് ഇല്ലാത്തതുകൊണ്ട്, സമയാസമയങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യാത്തതുകൊണ്ട് ഉണ്ടാകുന്ന വയറിൻ്റെ അസ്വസ്ഥത, അത് വയറുവേദനയായിട്ട് പ്രതിഫലിക്കാം. ഇങ്ങനെ ഒരു നീണ്ട നിരയിലുള്ള അസുഖങ്ങൾ നിലനിൽക്കുന്നു. ഇപ്പോൾ അപ്പൻഡിസൈറ്റിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും നേരത്തെ വന്നാൽ അപ്പൻഡിക്സ് എടുത്തു കളയാൻ വളരെ എളുപ്പമാണ്. അതേസമയത്ത് അപ്പൻഡിക്സ് ഒരു പഴുപ്പാകുക, പഴുത്ത് പൊട്ടി സെപ്റ്റിസീമിയ, അണുബാധയുടെ മൂർധന്യാവസ്ഥയിലെത്തുക, അതൊക്കെ വളരെ സീരിയസ് അസുഖമായിട്ട് മാറും. അപ്പോൾ ഒരു ലളിതമായിട്ടുള്ള അസുഖം വളരെ സീരിയസ് ആകാം, എന്ത് അപകടവും സംഭവിക്കാവുന്ന ലെവലിലേക്ക് മാറാം. അതുപോലെ തന്നെ ചെറിയ വേദനയാണെന്ന് വിചാരിച്ചിരിക്കും, ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കും. പക്ഷെ അത് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സിംറ്റം ഇഗ്നോർ ചെയ്യരുത്, അതാണ് അതിൻ്റെ പ്രാധാന്യം. വയറുവേദനയുടെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ അൾട്രാസൗണ്ട് സ്കാനിങ് തന്നെയാണോ ഏറ്റവും? വയറുവേദന വിശകലനം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനം ഡോക്ടറുടെ നേരിട്ടുള്ള പരിശോധന തന്നെയാണ്.
ആ നേരിട്ടുള്ള പരിശോധന തന്നെ ഒരു പ്രാവശ്യം കൊണ്ട് തീരാൻ പാടില്ല. വ്യക്തമായിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നീടും പരിശോധിക്കുക. മലമൂത്ര വിസർജനം നടത്തിയതിന് ശേഷം വീണ്ടും പരിശോധിക്കുക. എംപ്റ്റി സ്റ്റമക്കിൽ വീണ്ടും പരിശോധിക്കുക. അങ്ങനെ തുടർന്നുള്ള പല സെഷൻസ് ഓഫ് എക്സാമിനേഷൻ, ക്ലിനിക്കൽ എക്സാമിനേഷൻ അനിവാര്യമാണ്. അതുകൊണ്ട് തൃപ്തിയായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ടെസ്റ്റുകളിലേക്ക് കിടക്കാം. ടെസ്റ്റുകളാണെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളത്. അതിനകത്ത് ഡാമേജ് ഒന്നും ഉണ്ടാക്കില്ല, ശരീരത്തിന് ഡാമേജ് ഇല്ല. ഗർഭസ്ഥ ശിശുവിന് പോലും സേഫായിട്ടുള്ള ഒരു ടെസ്റ്റാണ് അൾട്രാസൗണ്ട് സ്കാൻ. അതുകൊണ്ട് മിക്ക അസുഖങ്ങളും മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്. ഇത് പറ്റിയില്ലെങ്കിൽ എക്സ്റേകളുണ്ട്. എക്സ്റേ തന്നെ മരുന്ന് ഉപയോഗിച്ചുള്ള എക്സ്റേ, മരുന്ന് ഉപയോഗിക്കാതെ സാധാരണ എക്സ്റേ. ഇതിലൊന്നും മനസ്സിലായില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ അഡ്വാൻസ്ഡ് സ്കാനിങ്ങിലേക്ക് കിടക്കേണ്ടതായിട്ടുള്ളത്. അഡ്വാൻസ് സ്കാനിങ്ങൾ ഞങ്ങളുടെ പ്രവർത്തന രീതിയിൽ വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കാറുള്ളൂ. CT സ്കാനോ MRIയോ അങ്ങനെയുള്ള സ്കാനൊക്കെ വളരെ വിരളമായിട്ട് ഉപയോഗിക്കേണ്ടി വരാറുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു പാൻഡോറസ് ബോക്സ് അനാവരണം ചെയ്യാൻ സാധിക്കും. ഡോക്ടർ, സമയോടെ പൂർണ്ണമായി കുട്ടികളിലെ വയറുവേദന അതിനുള്ള കാരണങ്ങളെയും കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി. ഓക്കെ, താങ്ക് യു.